ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്വർഗം തന്നെ, തമ്പുരാൻ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ വെളിവാക്കുക. അത് അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണെന്ന്. അഗ്നിയുടെ പ്രത്യേകത നമുക്കറിയാം, അല്ലെങ്കിൽ അഗ്നിയുടെ സ്വഭാവം അറിയാം. അത് എരിക്കുന്നതാണ്, ചാമ്പലാക്കുന്നതാണ്. എൻ്റെ നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മയെ, അശുദ്ധികളെ ഒക്കെ എരിയിച്ച് കളയുന്ന, തഴക്കദോഷങ്ങളെ, പാപക്കറകളെയൊക്കെ ചാമ്പലാക്കി കളയുന്ന അഗ്നി വചനം. അപ്പോൾ രണ്ടാമത് നമുക്കറിയാമല്ലോ, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇരുമ്പ് ഇങ്ങനെ അഗ്നിയിൽ ഉരുക്കിയെടുക്കുന്നെന്ന് പറയുന്ന പോലെ, നമ്മളിൽ ഇനിയും മാറ്റം വരേണ്ട ചില മേഖലകളെയൊക്കെ ഉരുക്കി മാറ്റുന്ന, ശുദ്ധി ചെയ്യുന്ന അഗ്നി. ഒപ്പം അഗ്നി ചൂട് നൽകുന്നതാണ്. നമ്മളെപ്പോഴും ചൂടായിട്ടിരിക്കണം. തണുത്ത വികാരമില്ലാത്ത രീതിയില്ല, മറിച്ച് ജ്വലിക്കുന്നവരായിട്ട്, കത്തി നിൽക്കുന്നവരായിട്ട്, ചൂടുള്ളവരായിട്ട് നിൽക്കണം. നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഗ്നി പ്രകാശം നൽകുന്ന. ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ജ്വലിക്കുക മാത്രമല്ല, മറ്റുള്ളവരിലേക്കും പ്രകാശം വരുത്തുന്ന, മറ്റുള്ളവരെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറണം. പിന്നെ രണ്ടാമത് പറയുന്നത്, ഇത് പാറയെ തകർക്കുന്ന കൂടം പോലെയാണെന്ന്. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും തൻപോരുമയുടെയും കപടതയുടെയും വക്രതയുടെയൊക്കെ ഒരു പാറയുണ്ട്. അതിനെയൊക്കെ തകർത്ത് നമ്മളെ തമ്പുരാനോട് ചേർത്ത് തമ്പുരാൻ്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വചനം. നമുക്കുകൊണ്ട് വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനം നമുക്ക് പഠിക്കാം, വചനത്തോട് കൂടുതൽ നമുക്ക് അടുക്കാം, വചനത്തെ നമുക്ക് സ്നേഹിക്കാം. ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും വായിക്കുന്ന, പഠിക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ പ്രിയമുള്ളവർ, ചില തഴക്ക ദോഷങ്ങളും പാപങ്ങളും അശുദ്ധികളും ഒക്കെ നമ്മളെ വിട്ടുമാറും. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസരം എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. ദൈവം, നിൻ്റെ വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ വചനത്താൽ നിറച്ച് കർത്താവെ, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന, വെളിച്ചം കൊടുക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.